ഇത് നമ്മുടെ പൊള്ളാച്ചിയിലേക്കുള്ള മൂന്നാമത്തെ ട്രിപ്പാണ് കേട്ടോ. ഈ പ്രാവശ്യം നമ്മൾ വന്നേക്കുന്നത് ചകിരി കയറ്റി ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. വണ്ടി അവിടെ കൊണ്ട് ലോഡ് ചെയ്യാൻ വേണ്ടി കയറ്റിയിട്ട് ഒരു 10 വണ്ടിയോളം നമുക്ക് തൊട്ട് മുന്നേ ഉണ്ടായിരുന്നു. വണ്ടിയുടെ മറ്റു പാടുകൾ കണ്ടറിയാം, ചെളി പിടിച്ച് ആകെ അലമ്പായിട്ട് കിടക്കണം. തൊട്ട് മുന്നേ ഉള്ള വണ്ടികൾ വന്ന് അലമ്പാക്കിയതാണ്. അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് പൊള്ളാച്ചിയിലാണ്. പൊള്ളാച്ചിയിൽ നമ്മൾ ചകിരി എക്സ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈബർ, മറ്റേ കോക്കനട്ട് ഫൈബർ ഇല്ലേ, അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ മൊത്തം അവിടെയാണ്. പൊള്ളാച്ചിയിലെ ഒരു വലിയ കമ്പനിയാണ് കേട്ടോ. ഇവിടെ ഇവരുടെ തന്നെ തോട്ടത്തിൽ നിന്നുള്ള എന്താ പറയുക, കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങയുടെ ചകിരി ഇതേപോലെ ഒരു ഫൈബറാക്കി അതിനെ ക്ലീൻ ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്നൊരു വലിയ കമ്പനിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ബീഹാറികളാണ്. ആ വണ്ടി ഓടിക്കണം പുലിയാണ്, പണ്ടാറ സ്പീഡ്, എന്നാ സ്പീഡിലാണ് ആ വണ്ടി ഓടിച്ചിട്ടുണ്ടിരിക്കുന്നത്. ഞാൻ ഈ പയ്യനോട് ചോദിച്ചോടാ, അത് സ്കൂളിലൊക്കെ പോകണ്ടേ, പിന്നെ രൂപം കണ്ടപ്പോഴേ സ്കൂളിൽ പോകണമല്ലോ. പിന്നെ ഭായ് ഭയ്യ, ഞാൻ 12ാം ക്ലാസ് കഴിഞ്ഞതാണെന്ന് അവൻ ഹിന്ദിയിൽ എന്നോട് പറഞ്ഞു. ഈ വണ്ടി ഓടിക്കുന്ന ആളെ ശ്രദ്ധിച്ചോ, ഭയങ്കര സ്പീഡിലാണ് ഇയാൾ വണ്ടി ഓടിക്കുന്നത്. വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു 15 മണിക്കൂർ കൊണ്ട് ലോഡുകൾ ഫുള്ളായിട്ട് ലോഡ് ചെയ്യുന്നത് കണ്ടെയ്നറിൻ്റെ അകത്തോട്ട്. ഇയാൾ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ച് അകത്ത് എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ. आपका नाम? सरजित. आप भी बिहार का है? हाँ, हम बिहार के. ओके. आपको तो पूछा था कितने क्लास तक पढ़ा है? चौथा. 12. ഇവരിൽ ഭൂരിഭാഗം പേരും ബീഹാറിൽ നിന്ന് വന്ന ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ +2 കഴിഞ്ഞ അല്ലാത്തമായിട്ടുള്ള മുതിർന്നവരുമായിട്ടുള്ള ആൾക്കാരുമുണ്ട്. പലർക്കും എനിക്കോണ് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞ് ഇന്ന് 10 വണ്ടി ഇവിടെ നമുക്ക് ലോഡ് കയറ്റാനുണ്ട്. ഈ 10 വണ്ടി കയറ്റി കഴിഞ്ഞ് ഇന്ന് വൈകിട്ടത്തേക്ക് ഒന്നിച്ച് ബില്ലായി വിടുന്നത്. ഇതൊക്കെ അവർ താമസിക്കണ, ഇതാണ് നമ്മുടെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന അവരുടെ വീട്. ഇതിനകത്തൊരു 3-4 റോകളുണ്ട്, അതിനകത്താണ് അവർ താമസിക്കുന്നത്. അതുപോലെ ഇതാണ് ഈ ചകിരി റോപ്പുകൾ കെട്ടിവെക്കുന്ന, ടൈറ്റ് ചെയ്ത് വെക്കുന്ന പ്ലാസ്റ്റിക് റോപ്പുകൾ. ഇത് മെഷീനിലാണ് കേട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത്. ഒരു വലിയ മെഷീൻ അവിടെ ഉണ്ട്, അതിനകത്താണ് ഇവർ കെട്ടുന്നത് ഈ സാധനം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇവിടുത്തെ തൊഴിലാളികളുടെ ഒപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ ബേല് റെഡിയാക്കുകയും ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ ബീഹാറിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ ഒപ്പമാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ ഈ സമയത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ പ്രിപ്പയർ ചെയ്യുന്ന ഭക്ഷണം കടലക്കറിയും ചെന റൈസും നമ്മുടെ പച്ചരിച്ചോറും ഇതൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെയുള്ള എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന ഹിന്ദി ഭാഷയിൽ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാവുന്ന ഒരു മൊബൈൽ കൊണ്ട് വന്നു. കാരണം വെള്ളിയാഴ്ച നമ്മൾ എപ്പിസോഡ് റിലീസാവും, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് എല്ലാവരോടും സംസാരിക്കുകയും ചെയ്തു. എല്ലാവരും പരിചയപ്പെട്ടു. എല്ലാവരും നല്ല മനുഷ്യരാണ് കേട്ടോ. എല്ലാവരും ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നല്ലോ. നമ്മൾ തിങ്കളാഴ്ചകളിൽ അവർക്ക് ഒഴിവാണ്. അപ്പോൾ അവർ ശരിക്കും വൈകിട്ട് ആഘോഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമയത്താണ് ഞാൻ ചെല്ലുന്നത്. फ्राइडे को रिलीज होगा. അങ്ങനെ അവിടെ കണ്ട ഒരു പഴയ ലോറി ഞാൻ സ്പോട്ട് ചെയ്തു. ഇതാ എനിക്ക് ആ കൃഷിയിടത്തിലേക്ക് വെള്ളം കൊണ്ടുവന്ന് പമ്പ് ചെയ്യുകയും കുടിവെള്ളം കൊണ്ടുവരികയൊക്കെ ചെയ്യുന്ന ഒരു തമിഴ് ലോറിയാണ്. ഇതിൻ്റെ അകമാണ് ഇന്നർ. നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ പഴയ എനിക്കൊന്ന് 30 വർഷത്തെ പഴക്കമെങ്കിലും ഈ ലോറിക്ക് കാണും. അരമണിക്കൂർ കൊണ്ട് ലോഡ് ഫുൾ കയറ്റി കഴിഞ്ഞു. കാരണം അത്രക്ക് ഫാസ്റ്റാണ് അയാൾ. ചറ വണ്ടി കയറ്റി ലോഡ് കയറ്റിക്കൊണ്ടിരിക്കണേ. 15 മിനിറ്റ് കൊണ്ട് ചടവിടെ നിന്ന് പകരം കാലം സാധനം കഴിഞ്ഞു.
ഇനി നമ്മൾ വണ്ടി എയർ കയറ്റിയിട്ട് ഫ്രണ്ടിലോട്ട് കയറ്റിയിടണം വണ്ടി. അങ്ങനെ ക്യാമറ ഞാൻ ഫ്രണ്ടിൽ സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് ലോഡ് കയറ്റി കഴിഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ആ പയ്യൻ ലോഡ് കയറ്റി കഴിഞ്ഞു. ആ ലോഡ് നമുക്ക് വൈകിട്ടേ ബില്ലാകുള്ളൂ. അതുവരെ നമ്മൾ ഇതിന് തൊട്ട് അടുത്തുള്ള അവിടെ ഒരു ഹൈവേ ഉണ്ട്. ഹൈവേയുടെ സൈഡിൽ പാർക്ക് ചെയ്ത്, കാരണം ഇത് കുറച്ച് ഉള്ളിലോട്ട് ഏരിയ ആയതുകൊണ്ട് നമുക്ക് ഭക്ഷണം സാധനങ്ങളും കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം അങ്ങനെ അവിടെ കൊണ്ടേ പാർക്ക് ചെയ്ത് അവിടെ കൊണ്ടേ കിടന്നൊന്ന് ഉറങ്ങി ഉച്ച കഴിഞ്ഞിട്ട് കുറച്ച് ചായ കുടിക്കണം. വണ്ടി ഞാൻ എടുത്തു അങ്ങടേക്കുള്ള വണ്ടി. തോട്ടത്തിലേക്ക് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പുറവും ഇപ്പുറവും നമ്മൾ ട്രാവൽ ചെയ്യണതിൻ്റെ അപ്പുറവും ഇപ്പുറവും തെങ്ങും തോട്ടമാണ് മൊത്തം. നമുക്ക് തോന്നും കേരളത്തിൽ തെങ്ങും തോട്ടം കുറവാണ്, കാരണം ഈ പൊള്ളാച്ചി വന്നുമ്പോൾ ഏറ്റവും കൂടുതൽ തെങ്ങും തോട്ടം ഈ പൊള്ളാച്ചിയിലാണ് കണ്ടത്. ഇവിടെ ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ തേങ്ങയും കൊപ്രയും ഇതെല്ലാം ബിസിനസ് നടക്കുന്നത് ഈ പൊള്ളാച്ചിയിലാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്നപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ പോയിരുന്നു. അതുപോലെ എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ലഭ്യത എല്ലാം സുലഭമാണ് ഇവിടെ. വളരെ കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര ഇതായിട്ടുള്ളൊരു പീസായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടെ വന്നിരിക്കാനും എഴുതാനും ഒക്കെ പറ്റും. അങ്ങനെ ഒരു തോട്ടത്തിൻ്റെ സൈഡിൽ, ഹൈവേയുടെ സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് ഞാൻ ഡാഡിയും കൂടി ഉച്ചയ്ക്ക് അങ്ങനെ കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരു 3 മണി ആയിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ള ഒരു കടയിൽ നിന്ന് ചായയും കുടിച്ചു. ചായയുടെ കൂടെ ഒരു സ്പെഷ്യൽ കടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. സ്പെഷ്യൽ കടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഹിന്ദി അല്ലെങ്കിൽ മറ്റേ പാനിപ്പൂരി അങ്ങനത്തെ ചാറ്റ് ഐറ്റംസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടായില്ല. അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴാണ് കോളിഫ്ലവർ മസാലയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്ത ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞത്. എല്ലാം മലബാറി ഹോട്ടലുകളാണ് കേട്ടോ, കാരണം മലയാളികളാണ് ഏറ്റവും എല്ലാ സ്ഥലത്തും ബേക്കറി നടത്തുന്നത്. ബാംഗ്ലൂരും സ്ഥലങ്ങളിൽ എവിടെയായാലും തമിഴ്നാട്ടിൽ ചെന്നാലും എല്ലാം മലയാളികൾ തന്നെയാണ്. അങ്ങനെ ആ കടയിൽ ചെന്ന് ഒരു നല്ലൊരു മധുരമുള്ളൊരു കാപ്പിയും കുടിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ കോളിഫ്ലവർ അല്ലെങ്കിൽ ഗോബി ഈ ഫ്രൈയോ അങ്ങനെ പറയുന്ന ആ ഐറ്റവും കഴിച്ചു. അന്ന് അവിടെ നിന്ന് രാത്രി ആയപ്പോഴേക്കും ബില്ല് കിട്ടി ഇറങ്ങി. അന്ന് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അതേപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.